എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അളകാപുരി വലിയ സംഘർഷം തന്നെയാണ് നടക്കണേ. ജാനകിയുടെ അബിയുടെ പേരില് റിസോർട്ട് എഴുതി കൊടുത്തതിന്റെ പേരില് അജയും അമൃതയൊക്കെ അങ്ങനെ വട്ടം തിരിയുവാണ്. പക്ഷെ ഇതിലൊന്നും നമ്മുടെ ജാനകി പെട്ടുപോകുന്നില്ല. ജാനകിക്കറിയാം ഒരു പക്ഷെ അച്ഛനോ ഒന്ന് കാണാതെ ഒരു തീരുമാനം എടുക്കില്ലെന്ന്. അച്ഛൻ തന്റെ അഭിയേട്ടന്റെ പേരില് ആ റിസോർട്ട് മൂന്നാറിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് എന്തെങ്കിലും ഒരു വലിയ കാരണം കാണും. ഇല്ലാതെ ഒരിക്കലും അച്ഛൻ ചെയ്യില്ല എന്ന് മനസ്സിലായി. പക്ഷെങ്കില് ജാനകിനെ അഭിനെ ഒറ്റപ്പെടുത്താനായിട്ടാണ് സുമംഗലെ അപർണയൊക്കെ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അപർണയുടെ അരിയിലേക്ക് എന്നിട്ട് സുമംഗല പറഞ്ഞു, മോളെ ഇനി വേണം നമ്മൾ നമ്മുടേതായ രീതിക്ക് പയറ്റാനായിട്ട്. ഒരു കാരണവശാലും അവളെ നമ്മൾ ഇവിടെ ക്ലച്ച് പിടിപ്പിക്കില്ല. അവളെ ഇവിടെ നമ്മൾ ആട്ടി ഓടിക്കണം എന്ന് പറയണം. ഇത് കേട്ടത് അപർണ പറഞ്ഞു, അതെ ഞാൻ മാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ല, ഈ കുടുംബത്തിലെ ബാക്കിയുള്ളവരും കൂടെ കയ്യിലെടുക്കണം. പിന്നെ അമ്മയുടെ കാര്യം കൂടെ മുത്തശ്ശി ഒന്ന് നോക്കണം. അമ്മേനെ നമുക്കെതിരെ അമ്മ നമുക്കൊപ്പം വരണം. അല്ലാതെ ഒരു കാരണവശാലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങില്ല. അമ്മയുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് തിരിപ്പിക്കണമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ സുമംഗല പറഞ്ഞു, അതത്ര എളുപ്പമുള്ള കാര്യമില്ല പ്രഭാവതി. കാരണം ഇത്രയും കാലം സ്വന്തം മകനെ പോലെയാണ് അഭിനെ സ്നേഹിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു ദിവസം അങ്ങനെ മാറ്റി പറയുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശി, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം. മുത്തശ്ശി കിട്ടുമ്പോ കുത്തുവാക്കുകൾ പറഞ്ഞ് അവളെ നോവിക്കണം. അവസാനം വേറെ ഗത്യന്തരമില്ലാതെ അവൾ ഇവിടുന്ന് വാലും ചുരുട്ടി ഓടണം. അവള് മാത്രല്ല അഭിയും എന്ന് പറയണ. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, ആ കാര്യം ഞാൻ ഏറ്റെന്ന് പറയാം. പിന്നെ മറ്റൊരു കാര്യം കൂടെ, കാരണം നമ്മൾ ഈ ചെയ്യുന്ന ഓരോ പ്ലാനുകളും പദ്ധതികളൊന്നും ഒരു കാരണവശാലും അച്ഛന്റെ കാതിലെത്തല്ല. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാണെന്ന് പറയാം. അതൊക്കെ ഞാൻ ഏറ്റു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അല്ലെങ്കിലും സൂര്യ എന്താണെങ്കിലും ഇനിയിപ്പൊ കുറച്ച് ദിവസത്തേക്ക് ഒന്നും പറയാൻ പോകുന്നില്ല. കാരണം അവൻ ആകപ്പാടെ അടിമുടി തകർന്നിരിക്കുക. പ്രഭാവതിയുടെ ഈ മാറ്റം അവൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. കാരണം സൂര്യൻ പ്രഭാവതിയും തമ്മിൽ അകന്നിരിക്കുന്ന സമയത്താണ് അഭിയും ജാനകിയും തമ്മിൽ അകറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം. കാരണം അവർ രണ്ടുപേരും അടുത്തിരിക്കുന്ന സമയത്ത് ഒന്നും നടക്കില്ല. അവർ രണ്ടുപേരും ഇപ്പൊ അകന്നിരിക്കുന്ന സമയത്താണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാവെന്ന് പറയണം. പിന്നീട് അവര് പ്ലാനൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ലച്ചുവും പൊന്നും കൂടെ അങ്ങോട്ട് വരുന്നേ. അപ്പൊ ലച്ചുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുമംഗലയ്ക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. ഇത് കേട്ടതും പൊന്നു പറഞ്ഞു, അതെന്താ എന്റെ കൂടെ അല്ലേ ലച്ചു ചെറിയമ്മ വന്നേന്ന് ചോദിക്കുകയാണ്. നിന്നോട് ഞാൻ കൂടുതൽ ചോദിച്ചില്ല പൊന്നു. അല്ല നിനക്ക് ഇതുവരെ ആയിട്ടും പോവാൻ്റെ ഇടം കണ്ടു പിടിച്ചു തന്നില്ലേ ജാനകി അഭിയൊന്നും? നിന്നെ ഇതുവരെയായിട്ട് ഒരിടത്തും കൊണ്ട് ആക്കിയൊന്നും ഇല്ലേ? അല്ല എന്നും കൊണ്ട് ഇവിടെ നിൽക്കാന്നാണ് നിന്റെ വിചാരം? നിനക്ക് നാണം ഉണ്ടോടി ഇവിടെ നിൽക്കാനായിട്ട്? നാണം ഉണ്ട് നീ ഇവിടെ നിൽക്കുവോ? അവള് വന്ന വിളിച്ച ഉടനെ അവളുടെ കൂടെ ഇങ്ങ് ഇറങ്ങി പോന്നേക്കുന്നു. അവള് തന്നെ അനാഥയാ, പിന്നെ ആ കൂടെ നീയും കൂടെ പോന്നിരിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞ പൊന്നു പറഞ്ഞു, എന്തിനാ മുത്തശ്ശി എപ്പോ നോക്കിയാലും ഇങ്ങനെ ചെറിയമ്മൻ എങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? കുറ്റം പറയേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയാം. നീ കൂടുതൽ പറയണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നീ ഈ വീട്ടിൽ നിന്ന് പോകേണ്ടതാ. ജാനകി അഭയും കൂടെ അധികം വൈകാതെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും. ആ ഒപ്പം നീയും പോണ്ട. പിന്നെ നീ കൂടുതൽ ഇവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാ ഇത്തിരി ഇല്ലാത്ത കുഞ്ഞിനോട് പറയണം. ഇത് കേട്ടോ പൊന്നുവിന് അങ്ങോട്ട് സഹിച്ചില്ല. പൊന്നുവിന് സങ്കടമായിപ്പോയി. അളകാപുരിന്ന് പോവാന്ന് പറഞ്ഞാൽ പൊന്നുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വേദനയാണ്. പൊന്നു ജനിച്ചു വളർന്ന വീടാണ്. പിന്നെ പൊന്നുവിന് ഇഷ്ടപ്പെടും എങ്ങനെയൊക്കെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നു സങ്കടപ്പെട്ട് നേരെ അടുക്കളയിലേക്ക് എല്ലുവാണ്. അപ്പോഴവിടെ ജാനകി ഉണ്ടായിരുന്നു. ജാനകി ചോദിച്ചു, എന്താ പൊന്നു എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അതെ ഈ ലച്ചു ചെറിയമ്മേനെ എന്നെ മുത്തശ്ശി വഴക്ക് പറഞ്ഞു പറയും. എന്ത് പറഞ്ഞു? ലച്ചു ചെറിയമ്മയുടെ ഇവിടുന്ന് പൊക്കോളാനൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു, അതെ നീ ഇവിടുന്ന് പോകും അധികം വൈകാതെ എന്നൊക്കെ പറഞ്ഞു പറയാം. ഇത് കേട്ടൻ ജാനകിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. ഇത്തിരി ഇല്ലാത്ത കൊച്ചിനോടെയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. കാരണം തലേ കയറി നിരങ്ങുക, താണ് കൊടുക്കുന്തോറും കയറി നിരങ്ങിക്കൊണ്ടിരിക്കുക. ഇത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നാളെ മിക്കവാറും തന്റെ കയ്യെ പിടിച്ചോടൊന്നും വലിച്ചിറക്കി വിടും. അത് നടക്കുന്ന കാര്യമല്ല. പിന്നീട് ജാനകി അങ്ങോട്ട് വരുവാണ്. ജാനകി വന്നപ്പോ സുമംഗലമ്മയുടെ ഉണ്ടായിരുന്നു. സുമംഗല അടിച്ചു, അതെ പൊന്നൂര് എന്താ മുത്തശ്ശി പറഞ്ഞെന്ന് ചോദിക്കുക. ഞാനൊന്നും പറഞ്ഞെന്നില്ല. അതെ മുത്തശ്ശിക്ക് നാണമില്ലേ? ഒന്നും അല്ലെങ്കിൽ ഇത്തരം പ്രായമുണ്ടല്ലോ, പ്രായത്തിൻ്റെതായ വിവേകമോ കാണിക്കാൻ മേലെ ഇത്തിരി ഇല്ലാത്ത കുഞ്ഞിനോടാണോ പറയണേ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് പോകണ്ടാന്ന്? സാമാന്യ ബോധമുള്ള ആരെങ്കിലും ചെയ്യുന്നതാണോ? ഒന്നുമല്ലേലും നിങ്ങളുടെ കൊച്ചുമാളല്ലേന്ന് ചോദിക്കുകയാണ്. കൊച്ചുമാളാണ് പോലും എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറയണം. അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ സംസ്കാരം ആ രീതിയിലുള്ളതാണല്ലോ എന്ന് പറയാണ്. എല്ലാ ഇത് ഓതിത്തരുന്ന ആരാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന്
സുമകല പറഞ്ഞു, നീ എന്താടി പറഞ്ഞേ? അത് തന്നെ, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താന്ന് എനിക്കറിയാം. കാരണം നിങ്ങളും അപർണയൊക്കെ ചേർന്ന് നടക്കുന്ന കളിയുണ്ടല്ലോ, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്നെ അഭിയേട്ടനെ പൊന്നൂനെ ലച്ചുനെയൊക്കെ ഇവിടെ നടിച്ചിറക്കാനല്ലേ? അതൊരിക്കലും നടക്കില്ല. അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒപ്പം തന്നെ നിങ്ങളും എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങും. ആരും ഈ അളകാപുരിയെ കാണില്ലെന്ന് പറയാണ്. നിങ്ങളുടെയൊക്കെ വിചാരം എന്താ? എല്ലാം കേട്ട് ഞങ്ങളൊന്നും മിണ്ടാതെ പതുങ്ങിയിരിക്കുന്നോ? അതൊക്കെ വെറും തോന്നല് മാത്രമാണെന്ന് പറയാം. നിങ്ങളുടെ വിചാരം എന്താ? ആ റിസോർട്ട്, മൂന്നാറിലെ റിസോർട്ട്, അത് നിങ്ങളുടെ പേരിലേക്ക് എഴുതി തരണം, അത് റദ്ദാക്കണം, എന്നിട്ട് നിങ്ങളുടെ പേരിലേക്ക് എഴുതി കിട്ടണമെന്നല്ലേ? അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം അഭിയേട്ട സമ്മതിച്ചാൽ പോലും ഞാൻ അതിന് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയണം. എന്റെ പേരിലും കൂടെ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് തിരിച്ചു തരാൻ പോകുന്നില്ലെന്ന് പറയണേ. എനിക്കറിയാം എന്നെങ്കിലും ഒരു ദിവസം ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന്. പക്ഷേങ്കിൽ അങ്ങനെ ഇറങ്ങേണ്ടി വന്നാൽ ഞങ്ങൾ വെറും കൈയോടെ പോകേണ്ട ഒരവസ്ഥ വരില്ല. അതുകൊണ്ട് ഒരിക്കലും അത് തിരിച്ചെഴുതി തരാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ദേഷ്യപ്പോയി സുമകലാമ്മയ്ക്ക്. സുമകലാമ്മ പറഞ്ഞു, എന്നാ കാണാം, കാണിച്ചു തരാന്ന് പറയണം. എന്നാ ശരി, അങ്ങനെ തന്നെ ആട്ടേന്ന് പറഞ്ഞ് ജാനകി വെല്ലു വിളിച്ചിട്ടും കൂടെ പോവാണ്. ഈ സമയം അപർണ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപർണയ്ക്ക് സഹിച്ചില്ലത്. അപർണ പറഞ്ഞു, ദേ അവളുടെ ദേഷ്യം കണ്ടോ? അവളെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല മുത്തശ്ശി എന്ന് പറയണം. അത് ശരിയാ, ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോയിട്ടുണ്ടാ ശരിയാകത്തില്ല. അവളെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ വേണമെന്ന് പറയാണ്. പിന്നീട് ജാനകി അകത്തേക്ക് ചെല്ലുമ്പത്തിന് അബി അവിടെ ഉണ്ടായിരുന്നു. അബിയെ കണ്ട് ജാനകിക്ക് ആകെപ്പാടെ സങ്കടം വന്നു. ജാനകിയുടെ മുഖം കണ്ടപ്പോ അബി വെച്ച്, എന്താ കാര്യം എന്ന് ചോദിക്കാം. പിന്നീട് പൊന്നുവിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം. ദേ നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. മുത്തശ്ശിയുടെ കാര്യം അറിയാലോ, മുത്തശ്ശി ഇങ്ങനെയൊക്കെ സാധാരണ ചെയ്യുന്നതല്ലേ. ഇതല്ല ചിലപ്പോ ഇത് കൂടുതലൊക്കെ പറഞ്ഞെന്ന് ചെയ്യുന്ന നോക്കിയിരിക്കും. നമ്മളൊന്നും മൈൻഡ് ആക്കണ്ട. കാരണം അച്ഛനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായേക്കരുത്. പിന്നീട് ജാനകി പറഞ്ഞു, എത്രയെന്ന് വെച്ചാൽ അഭിയേട്ടാ നമ്മള് ക്ഷമിച്ചിരിക്കുന്നത്. ക്ഷമിക്കും തോറും ഒന്നും മിണ്ടാതിരിക്കും തോറും വല്ലാതെ എങ്ങനെ ആക്കി വിടുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഓരോ ദിവസം കഴിയുന്നതോറും വല്ലാത്തൊരു അവസ്ഥയാന്ന് പറയാണ്. ആ കൂടെ അപർണയും ചേർന്നിട്ടുണ്ടെന്ന് പറയാം. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ടെന്ന് പറയാണ്. പിന്നീട് അബി പുറത്തേക്ക് ചെല്ലുമ്പത്തിന് അമൽ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് അമല് അബിയുടെ അടുത്തേക്ക് വന്നിട്ട്, എന്താ അബിയേട്ടാ മുഖം വല്ലാതിരിക്കുന്നത് എന്താന്ന് ചോദിക്കുക. ഇനിയിപ്പോ അബിയേട്ടന് എന്നോടും ദേഷ്യമുണ്ടോ? ഞാൻ എന്തിനാണ് നിന്നോട് ദേഷ്യപ്പെടുന്നത്? നീ എന്റെ അനിയനല്ലേന്ന് ചോദിക്കുക. അത് ശരി തന്നെയാ, പക്ഷേങ്കില് ദേ എല്ലാരും ഇപ്പം അബിയേട്ടനെ കുറ്റപ്പെടുത്തുമ്പോ എനിക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. എത്ര ആരൊക്കെയെന്ന് പറഞ്ഞാലും നമ്മളൊരു അച്ഛന്റെ മക്കള് തന്നെയല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അപർണ അങ്ങോട്ട് വന്നു. അച്ഛന്റെ മക്കളാണ് പോലും, എന്നിട്ടാണ് ഇവിടെ തരംതിരിവ് കാണിച്ചിരിക്കുന്നത്. അമലെ നിനക്ക് നാണമില്ല അമലെ? അജയനെ കണ്ടുപിടിക്കുക. എന്നിട്ടോ ഇത്രയൊക്കെ ആയിട്ടും ഒരച്ഛന്റെ മക്കളായിട്ടും അച്ഛന് വേർതിരിവ് കാണിച്ച ഒരാൾക്ക് തന്നെ എഴുതി കൊടുത്തിരിക്കുന്നു ആ റിസോർട്ടൊക്കെ. എന്നിട്ട് നിനക്കൊരു കുഴപ്പമില്ലല്ലേ? അതെങ്ങനെയാ? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അല്ലെങ്കിലും നിനക്ക് ഈ സിഇഒ പദവി എന്ന് പറഞ്ഞൊരു ഡെമ്മി പോസ്റ്റ് ഇരിക്കാൻ മാത്രമല്ല അറിയത്തുള്ളൂ. അത് കൂടുതലായിട്ട് നിനക്ക് എന്തെങ്കിലും അറിയാമെന്ന് ചോദിക്കുകയാണ്. അമ്മല് പറഞ്ഞു, അപർണ നീ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയാം. സൂക്ഷിച്ച് സംസാരിക്കണം പോലും. ഇവര് ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ഇവര് കാരണം ഇപ്പൊ ഈ കുടുംബത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അഭി പറഞ്ഞു, ആര് കാരണം? അപർണേ നീ ഒന്ന് വിചാരിക്കണം. നീ നിന്റെ അച്ഛനും കൂടെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ അളകാപുരിയെ തകർക്കാണ്ട് സാധിക്കില്ല. അങ്ങനെ നിന്റെ മനസ്സിലൊരു ചിന്ത കാണുമായിരിക്കും. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് പറയാണ്. അതിനു വേണ്ടിയിട്ടാണല്ലോ നീ പുതിയ കണ്ടുപിടുത്തങ്ങളുമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ എത്രയൊക്കെ പരിശ്രമിച്ചെന്ന് പറഞ്ഞാലും അവസാനം സത്യത്തിന്റെ ഭാഗത്തായിരിക്കും വിജയം. നിനക്കൊരിക്കലും ഈ അളകാപുരിയെ തകർക്കാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടോ അപർണ പറഞ്ഞു, എനിക്കൊരു അളകാപുരിനെ തകർക്കണമെന്നില്ല. ഉള്ള കാര്യം ഞാൻ ആരുടെ മുഖത്ത് നോക്കിയാലും പറയും. ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ അമലിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. കാരണം ഇവനെ പോലൊരു ഭർത്താവല്ലായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നേന്ന് പറയാണ്. അല്ലെങ്കിലും ചേട്ടന്റെ പുറകെ വാലായിട്ട് നടക്കാനല്ലാതെ ഇവനെ കൊണ്ട് എന്തിനേലും കൊള്ളാവോ എന്നും ചോദിച്ചിട്ട് അപർണ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് പോവാണ്. ഈ സമയം അഭി പറഞ്ഞു, നിനക്ക് സങ്കടമാകുന്നുണ്ട് അമലെന്ന് ചോദിക്കും. എന്തിനാ സങ്കടപ്പെടുന്നേ? അതെ ജാനിയടുത്തി അഭിയേട്ടനും കൂടെ എനിക്ക് കണ്ടുപിടിച്ചു തന്ന പെണ്ണല്ലേ. അതുകൊണ്ട് ഞാനിപ്പോ അഡ്ജസ്റ്റ് ചെയ്തങ്ങോട്ട് പോവാ. എനിക്കൊരു കാര്യം ഉറപ്പാ, ഇവൾ എന്താണല്ലോ എന്റെ വഴിയെ വരാൻ പോകുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അവളെ അവളുടെ വഴിക്ക് അങ്ങ് വിട്ടേക്കോ, എന്ത് വെള്ളം കാണിച്ചോട്ടെ, എനിക്ക് മനസ്സമാധാനം മാത്രം മതി എന്ന് പറയാണ്. അത്രയ്ക്ക് ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം തമ്പി ഇവളും കൂടെ ചേർന്നിട്ടാണ് ഈ നാടകങ്ങളെല്ലാം കളിക്കണേന്ന് പറയാം. ഇത് കേട്ടത് അഭി പറഞ്ഞു, അത് ശരിയാ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അഭിയേട്ട ഒരു കാരണവശാലും അഭിയേട്ടൻ ആരുടെ മുന്നിൽ താന്നു നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. അഭിയേട്ടൻ ഈ കുടുംബത്തിലെ മൂത്തയാളാണ്. ഞാനിപ്പോഴും അഭിയേട്ടനെ അന്നും ഇന്നും സ്നേഹിക്കുന്നുണ്ട്. ഒരു ഇത്തിരി സ്നേഹം ഇപ്പം കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ കുറഞ്ഞിട്ടില്ലെന്ന് പറയാണ്. ഇത് കേട്ടത് അഭി അമലിനെ ചേർത്ത് പിടിക്കുകയാണ്. കാരണം അഭിക്കറിയാം അമൽ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, അമൃത പോലും തിരിഞ്ഞിരിക്കുകയാണ്. ഈ സമയം അമൃതയുടെ അടുത്തേക്ക് അപർണ ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അമൃത ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഓരോന്നൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ തുടങ്ങിയത്. ഇങ്ങനെ പോയിട്ടുണ്ട് അധികം വൈകാതെ അളകാപുരിയുടെ ഓരോ മൂലയായിട്ട് അങ്ങനെ അബിയുടെയും ജാനകിയുടെയും പേരിലാവും. അവള്
ഇങ്ങനെ മനഃപൂർവ്വം ഇങ്ങനെ പമ്മി കൂടി നിന്നിട്ട് അവസാനം എല്ലാം കൈയടക്കാനുള്ള പുറപ്പാടാന്ന് പറയാണ്. എന്നിട്ട് അമൃത ചോദിച്ചു, ഇനി എന്ത് ചെയ്യാൻ പറ്റൂന്നോ? നിങ്ങളുടെ അച്ഛനോട് പറ, സ്വത്തുക്കളൊക്കെ ഓരോരുത്തർക്കുള്ള വീതം കൂടെ എഴുതിത്തരാൻ പറ. അതോ ഇവിടെ ഒരു മാർഗമുള്ളൂ, അല്ലാതെ വേറൊരു മാർഗം കാണുന്നില്ല എന്ന് പറയാണ്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവര് മൊത്തം കൈയടക്കിക്കൊണ്ട് തിന്നുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് പറയാണ്. അങ്ങനെ അമൃതനെ എരിപരി കയറ്റി വിടുവാണ്. ഈ സമയം അജയ് എങ്ങോട്ട് വന്നു. അജയോട് അമൃത പറഞ്ഞു, അതെ നമുക്ക് അച്ഛനോടൊന്ന് പോയി സംസാരിച്ചാലോ അജയേട്ടാന്ന് ചോദിക്കും. എന്ത്? അല്ല സ്വത്തുക്കളുടെ കാര്യമായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മിക്കവാറും ഒന്നുമില്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് തോന്നിയെന്ന് പറയാം. അജയ് പറഞ്ഞു, അത് ശരിയാ, അച്ഛനോട് പോയി സംസാരിക്കാം. അച്ഛൻ സമ്മതിക്കുമെന്ന് അറിയത്തില്ല, സമ്മതിച്ചില്ലേ നമുക്ക് അടുത്ത നടപടി നോക്കാം, കാരണം ഇതങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സൂര്യനാരായണന്റെ അടുത്തേക്ക് എല്ലുവാണ്. പിന്നീട് സൂര്യനാരായണന്റെ കാര്യങ്ങളൊക്കെ പറയണം. ഒന്നെങ്കിൽ അച്ഛൻ ആ വിൽപ്പത്രം റദ്ദ് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പേർക്കും എഴുതി വെക്കണമെന്ന് പറയാണ്. അളകാപുരി ഇനി വീതം വെക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോ സൂര്യനാരായണൻ പറഞ്ഞു, തൽക്കാലത്തേക്ക് ഞാനിപ്പോ വീതം വെക്കാനും തീരുമാനിച്ചിട്ടില്ല, ഇത് അഭിയും കൂടെ അധ്വാനിച്ചുണ്ടാക്കിയതാ, ഒന്നുമല്ലാതായി തീർന്ന അളകാപുരിനെ ഇത്രാം വിധത്തിൽ എത്തിച്ചുകൊണ്ടെന്ന് അവന്റെ ഒറ്റ ഒരു കഴിവ് കൊണ്ടാ. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ വീതം വെക്കാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ തീരുമാനിക്കുന്ന സമയത്ത് ഞാൻ അറിയിച്ചോളാം. ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ അതിന് മഞ്ഞു കൊള്ളണമെന്ന് പറയാണ്. ഇതിൽപ്പോ ഒരു അടി അവർക്ക് കിട്ടാനില്ലായിരുന്നു. പക്ഷെ അതിന്റെ ദേഷ്യം തീർത്ത അബിയുടെ ജാനകിയുടെ മേത്തായിരുന്നു അവർ രണ്ടുപേരും കൂടെ. പക്ഷെങ്കിൽ അബി താണു നിന്നാലും ജാനകി താണു നിന്നാൻ കൂട്ടാക്കില്ല. ജാനകി പറഞ്ഞു, അതെ ഞാൻ ഈ വീട്ടിലെ മൂത്ത മകന്റെ ഭാര്യയാണ്, എനിക്കിവിടെ അധികാരമുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ എനിക്കിവിടെ അധികാരം ഉണ്ടെന്ന് പറയണം. ഒന്നും ഞാൻ വിട്ടു തരാനായിട്ട് കൂട്ടാക്കുന്നില്ലെന്ന് പറയണം. ജാനകി നല്ല ബോൾഡായിട്ട് നിന്നു, ആരുടെ മുന്നിൽ തനു വിളിക്കാനും പോയില്ല. പിന്നീട് ജാനകി ഒന്ന് അബിയോട് പറഞ്ഞു, അതെ നമുക്കൊരു കാര്യം ചെയ്യാം, ലച്ചുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അവളെ നമുക്ക് എൻട്രൻസ് കോച്ചിങ്ങിന് വിടാം, അവളെ വിട്ട് അവളെ മെഡിക്കലിന് എങ്ങാനും വിടാം. അവളെ ഇങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ തീരുമാനങ്ങൾ എടുക്കണമെന്ന് പറയാം. ലച്ചുവിനെ ഇനിയും പഠിപ്പിക്കണം എന്നാണ് ജാനകിയുടെ അഭിപ്രായം. കാരണം തനിക്കോ പറ്റിയില്ല, താൻ അനാഥയായപ്പോഴും തന്നെ പഠിപ്പിക്കാനൊന്നും ആരും ഇല്ലായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല, ലച്ചുവിനാണെങ്കിൽ രണ്ടുപേരുണ്ട്. ഇപ്പൊ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ ഇപ്പോൾ ആ സ്ഥാനത്ത് അമ്പള് രണ്ടും ഉണ്ടല്ലോ. അവളുടെ കാര്യങ്ങൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് നോക്കണം, അവളെ ഒരു കരയ്ക്ക് പറ്റിക്കണം. പിന്നെ പൊന്നു കുഞ്ഞല്ലേ, പൊന്നു വളർന്നു വരട്ടെ എന്ന് പറയണം. ഇത് കേട്ട അബിക്കും അത് സമ്മതമായിരുന്നു. ലച്ചുവിനെ അങ്ങനെ എൻട്രൻസ് കോച്ചിങ്ങിന് വിടാൻ തന്നെ തീരുമാനിച്ചു. ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, വീട്ടിൽ നിൽക്കുമ്പോഴല്ലേ അവൾക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളും പോരാത്തന്നെ സുമംഗല മുത്തശ്ശിയുടെ കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ വീട്ടിലൊരു ഭൂകമ്പം തന്നെ നടന്നു. പക്ഷെ ജാനകി വിട്ടുകൊടുത്തില്ല. ജാനകി പറഞ്ഞു, അതെ ഈ വീട്ടിലെ ഒരു അവകാശം കൂടിയാണ് അവള്. അവകാശം എന്ന് പറഞ്ഞാല് വെറുതെക്കാരിയൊന്നും അല്ല, ചെറിയമ്മയുടെ മോള് തന്നെയാണ്, കൊച്ചുമോള് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവളെ ഞങ്ങൾ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ പഠിപ്പിക്കും. അതിന് ഞങ്ങൾ ആരുടെ മുന്നേ ഒത്താശയ്ക്ക് വരുന്നില്ല, ആരുടെ മുന്നേ കൈ നീട്ടാനും വരുന്നില്ല എന്ന് പറയാണ്. ഞങ്ങളുടെ ഇഷ്ടം പോലെ ഞങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അതുമായിട്ട് മുന്നോട്ട് നീങ്ങുവാണ്. പക്ഷേങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അപർണയ്ക്ക് കടുത്ത ദേഷ്യമായി. പോരാത്തന് തമ്പി വിളിച്ച് ഓരോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപർണയോട്, എത്രയും പെട്ടെന്ന് തന്നെ കുളം കളിക്കുന്ന ഈ മീൻ പിടിക്കാൻ നോക്കാൻ അവരെ രണ്ടുപേരും ചാടിക്കാനായിട്ട്. പക്ഷെ ജാനകിയുടെ മുന്നിൽ ആ തന്ത്രങ്ങളൊന്നും ഏറ്റില്ല. ഇത്രയും നാളും ജാനകിയെ കരഞ്ഞ് നിലവിളിച്ചൊക്കെ ഒരു സൈഡ് മാറിയിരുന്നു. ആരെന്ത് പറഞ്ഞാലും നിലവിളിച്ച് കേട്ടോണ്ടിരുന്നു. സുമംഗല മുത്തശ്ശി പറഞ്ഞാലും ആര് പറഞ്ഞാലും. പക്ഷെ ജാനകി പാടെ അങ്ങോട്ട് മാറി. കാരണം അഭി പറയുന്നില്ലെങ്കിൽ ആ സ്ഥാനത്ത് കയറി ജാനകി അങ്ങോട്ട് പറയാൻ തുടങ്ങി. അത് അവരാരും പ്രതീക്ഷിച്ച കാര്യമില്ല. അപ്പൊ അതിന്റെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ വരാൻ പോകുന്നത്. ജാനകി ഇങ്ങനെ ബോൾഡായിട്ട് തന്നെ മുന്നോട്ട് പോകണം, എങ്കിൽ മാത്രമേ അവിടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവുള്ളൂ. ഈ പറയുന്ന സുമംഗലാമ്മനെ അപർണനെയൊക്കെ അവിടെ നാട്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ഗത്യന്തരമില്ലാതെ അവരെ ഓടിച്ചു വിടണമെങ്കിൽ ഇനി ജാനകി തന്നെ തീരുമാനിക്കണം. ജാനകിയോടൊപ്പം നിരഞ്ജനെ കൈയോട് കൈ കോർക്കുന്നുണ്ട്. നിരഞ്ജനയ്ക്കും അറിയാം എന്തൊക്കെയാ നടക്കണത്. കാരണം അജയുടെ സ്വഭാവം മാറിയത് തന്നെ നിരഞ്ജന ശ്രദ്ധിക്കുകയും ചെയ്തു. പഴയ അജയ് അല്ലെന്ന് മനസ്സിലാവുകയും ചെയ്തു. അജയ്ക്കാണെങ്കിൽ ഹണി റോസിന്റെ പുറകെ നടക്കാനല്ലേ സമയമുള്ളൂ, നിരഞ്ജനെ മൈൻഡ് ചെയ്യുമ്പോൾ ഒരു സമയമില്ല. പക്ഷെ നിരഞ്ജനെ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിപൊളി വിശേഷങ്ങളൊക്കെ വരാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.